2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ തുടങ്ങിയത്. യുദ്ധം ഒരു വർഷത്തോടടുക്കുന്നു. ഹമാസിൻ്റെ സൈനിക വിഭാഗം ഗസ മുനമ്പിൻ്റെ പശ്ചിമ ദക്ഷിണ മേഖലയിലെ ഇസ്രായേൽ സൈനിക ക്യാമ്പുകളിലും അധിനിവേശ മേഖലകളിലും നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെയാണിത് ആരംഭിച്ചത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 40,000-ന് മുകളിൽ പലസ്തീനികൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവിടെയുള്ള 20 ലക്ഷത്തിലധികം പലസ്തീനികൾ ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ഇവരിൽ ബഹുഭൂരിപക്ഷവും അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന സഹായങ്ങളെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്നത് 10,000-ലധികം മനുഷ്യരാണെന്നാണ് കണക്ക്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൽ 16,000 പേർ കുട്ടികളാണ്. 11,000-ലധികം സ്ത്രീകൾക്കും ജീവൻ നഷ്ടമായി. 172 മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടു. 10,000-ന് മുകളിൽ ആളുകൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ട വിധം അതിഗുരുതരമായി പരിക്കേറ്റു. ഏകദേശം 20 ലക്ഷം അഭയാർത്ഥികളാണ് ടെൻറ്റുകളിലും UNRWAയുടെ സ്കൂളുകളിലുമായി അഭയം തേടിയിരിക്കുന്നത്. 200 മുസ്ലിം പള്ളികൾ ഇതുവരെ തകർത്തിട്ടുണ്ട്. 80% വീടുകളും നിലംപരിശായി. സാമ്പത്തിക മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും പാടെ തകർന്നു. 34 ആശുപത്രികൾ ഇല്ലാതായി. പലസ്തീന് ഈ യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്നത് $30 ബില്യൺ നഷ്ടമാണ്. ഐക്യരാഷ്ട്രസഭ പറയുന്നതനുസരിച്ച് ഗസയിൽ മാനുഷിക സേവനങ്ങൾ നടത്തി വന്നിരുന്ന ഏകദേശം 300 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ 2 പേരും സന്നദ്ധ സേവനത്തിന് തയ്യാറായി ഇറങ്ങിയവരായിരുന്നു. സംരക്ഷണ കേന്ദ്രങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും പ്രത്യേകം ലക്ഷ്യം വെച്ച് നടത്തിയ കൂട്ടക്കൊലകളിൽ നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടതും മുറിവേറ്റ് വീണതും. യുദ്ധത്തിൽ എല്ലാ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ്. ഇസ്രായേൽ അതിമാരകമായ ബോംബുകൾ വർഷിക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും മാത്രമല്ല ചെയ്യുന്നത്, അവർ പലസ്തീനികളെ പട്ടിണിക്കിടുകയാണ്. മുനമ്പിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ബലം പ്രയോഗിച്ച് തടഞ്ഞുകൊണ്ട് ജനങ്ങളെ പട്ടിണിയിലേക്കും അതുവഴി മരണത്തിലേക്കും തള്ളിവിടുകയാണ്. ഏകപക്ഷീയമായ പലസ്തീൻ ആക്രമണങ്ങൾ മൂലം ഇസ്രായേലി കുടുംബങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താനെന്ന് അവകാശപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതിനായി നെതന്യാഹു സർക്കാർ പലസ്തീനിയൻ അതോറിറ്റിയുടെ നികുതി ഫണ്ടുകൾ കണ്ടുകെട്ടുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. പരസ്പരം ആശയവിനിമയം നടത്താൻ പ്രയാസമുള്ള തുണ്ടുകളായി വെസ്റ്റ് ബാങ്ക് നഗരങ്ങളെ ഒറ്റപ്പെടുത്തുകയും 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരം സ്ഥാപിതമായ പലസ്തീൻ അതോറിറ്റിയുമായുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രക്രിയയും തുടർച്ചയായി നിഷേധിക്കുകയും ചെയ്യുന്നത് അവർ തുടരുകയാണ്. ഗസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീനികൾ ഈ യുദ്ധത്തിന് വലിയ വില നൽകുന്നുണ്ട്. ഇസ്രായേലും സമാന ദുരിതം നേരിടുന്നുണ്ട്. അവരുടെ അന്താരാഷ്ട്ര സൈനിക സുരക്ഷാ പ്രതിച്ഛായകൾ പാടെ തകർന്നിരിക്കുകയാണ്. സാമ്പത്തിക നില പോലും താറുമാറായി. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയും മുറിവേൽക്കുകയും ചെയ്യുകയാണ്.